Hello everyone. Imagine that you're writing your exam continuously for 3 hours. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്ന് കൈയൊക്കെ വേദനിച്ച് മെനക്കെട്ടിരുന്ന് ആ പേപ്പർ പ്രഷറിലിരുന്ന് എഴുതിയതിനു ശേഷം യുവർ ലീവിങ് ഔട്ട് യുവർ എക്സാം ഹാൾ. അതേപോലെ തന്നെ യുവർ ആൻസർ പേപ്പർ ഈസ് ഓൾസോ ഗോയിങ് ടു ലീവ് ദി എക്സാം ഹാൾ ടു എ പ്ലേസ് ദാറ്റ് യു നെവർ സീ. ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമിൽ എഴുതിയ ഈ ആൻസർ പേപ്പർ ഹൂ ഈസ് ഗോയിങ് ടു ഓപ്പൺ ഇറ്റ്? How are they going to read it fast for checking it? ഓക്കെ, ഇത്രയും പേപ്പേഴ്സ് ആരാണ് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്? നമ്മൾ CA പരീക്ഷയിൽ അധികവും തോറ്റ കുട്ടികൾ ഈ പറയുന്ന ഒരു ചോദ്യം അവർക്ക് എപ്പോഴും ഉണ്ടാവും. ലൈക്ക് ഈ ബോർഡർ ലൈനിൽ വരുന്ന പേപ്പർക്ക് എന്തെങ്കിലും സെക്കൻഡ് ആയിട്ടുള്ള പരിഗണന കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ദാറ്റ് മീൻസ് ബോർഡർ ലൈൻ എന്ന് ഉദ്ദേശിച്ചത് ഈ പാസ് ആവാനുള്ള ഒരു എൻഡിൽ വന്ന് ഇരിക്കുന്ന പേപ്പർ, അല്ലെങ്കിൽ ഫെയിൽ ആവുന്ന ഒരു എൻഡിൽ വന്ന പേപ്പേഴ്സിനൊക്കെ സെക്കൻഡ് ടൈം ആരെങ്കിലും റിവ്യൂ ചെയ്യുന്നുണ്ടോ, ഈ പറഞ്ഞ ചോദ്യം ഉണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ ഒരിക്കലെങ്കിലും ഈ പറഞ്ഞ ചോദ്യം മനസ്സിൽ വന്നിട്ടുണ്ടാവും, എൻ്റെ പേപ്പർ ശരിക്കാണോ അവർ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വല്ല തെറ്റിയിട്ടാണോ അവർ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വല്ല ടോട്ടലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇത്രയും കൂടുതൽ ലോ മാർക്സ് വരാനുള്ള, സർപ്രൈസിംഗ്ലി ലോ മാർക്സ് വരാനുള്ള കാരണം? ബിക്കോസ് പ്രിപ്പറേഷനിലും എക്സാം എഴുതിയതിലും അവർക്ക് ഡൗട്ടില്ല. So today I am going to take you inside the ICAI evaluation room where you understand, how are things working. So by the end of the video, you will have a clear understanding instead of being afraid, because you're going to be confident henceforth when you're writing your exam. So stay tuned to me till the end of the video, because this video is going to be very, 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 very beneficial for the CA students, be it CA Inter, be it CA Final or CA Foundation as well. So stick to this video till the end. Now let me kill the biggest lie first. ഇതൊരു ബ്ലാക്ക് ബോക്സ് അല്ല. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ടേംസിൽ ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ കൊടുക്കുന്നു, അകത്ത് എന്താണ് സംഭവിക്കുന്നത് ആർക്കും അറിയില്ല. എങ്ങനെയൊരു സംഭവം എന്നല്ല ICAIയുടെ ചെക്കിങ് യഥാർത്ഥത്തിൽ. സോ ഇറ്റ്സ് എൻ അസംബ്ലി ലൈൻ. കുറച്ച് ടെക്നിക്കലാണ്, പക്ഷെ ഞാൻ പറയാം. ഇറ്റ്സ് എൻ അസംബ്ലി ലൈൻ, എ മെഷീൻ വിത്ത് പാർട്സ്, and there are checks, there are supervisors, there are moderators, and ഒരു uncomfortable truth ഉണ്ട് that I am going to prove you over next 7 minutes. Like most of the marks that you think it's not stolen from you. ഈ മാർക്സ് കട്ട് ചെയ്യുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ അടുത്ത് നിന്ന് സ്റ്റോൾ ചെയ്യുന്നതല്ല. ബട്ട് you're never actually earning it. You'll be surprised. See, I'll just present in the way it is just your answer that you're presenting in a way that the machine is unable to read it. You heard me right. That the machine is unable to read it. Now, മെഷീനെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ആൻസർ പേപ്പർ എഴുതിയതിനു ശേഷം നമുക്ക് മെഷീനെ പറ്റിക്കാൻ പറ്റില്ല. പക്ഷേ ഈ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നുള്ള മാർക്സിൽ ചില ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവും. സോ ലെറ്റ്സ് സീ ടു ദാറ്റ്. Now let's open the box clue by clue, because I am going to give you all the clues here one by one. Clue number 1. Your paper is never touched by human hands. I'll assure you. Now see, the examiner is never holding on to your answer book. So ICAI runs a digital on-screen evaluation now. Foundation ആയിക്കോട്ടെ, ഇന്റർ ആയിക്കോട്ടെ, ഫൈനൽ ആയിക്കോട്ടെ, the moment the paper reaches the center, നിങ്ങൾ എക്സാം എഴുതി നിങ്ങളെ പേപ്പർ ബണ്ടിലപ്പ് ചെയ്ത് സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി അതിനെ സ്കാൻ ചെയ്യും. സോ ഫ്രം ദാറ്റ് സെക്കൻഡ് നിങ്ങൾ എഴുതിയ പേപ്പർ അതൊരു ഫയലാണ് ഒരു സ്ക്രീനിന്മേൽ. ഇറ്റ്സ് സിംപ്ലി എ ഫയൽ ഓൺ ദ സ്ക്രീൻ. Now, remember my black pen video which was posted recently. So, this is why you are never writing for a human examiner, but your paper is not leaning on, somebody is leaning on and checking that paper. So, you're writing for a pixel on a monitor. ഒരു പിക്സൽ ഓൺ എ മോണിറ്റർ. എന്തിനാണ് ഈ പിക്സൽ ഓൺ ദ മോണിറ്റർ എന്ന് പറയുന്നത്? സിംപ്ലി ഒരു സ്ക്രീനിലുള്ള ഇതെല്ലാം എന്ന് പറയുന്നത് ബിക്കോസ് ദ ക്ലാരിറ്റി, വി ഡോണ്ട് നോ വാട്ട് ക്ലാരിറ്റി ദേ ഹാവ് ആഫ്റ്റർ ദ പേപ്പർ ഇസ് ബീൻ സ്കാൻഡ്. Okay, so that is why I'm mentioning this very minutely, that a pixel on a monitor ആ ഒരു പരുവത്തിലാണ് നിങ്ങളെ പേപ്പർ മോണിറ്ററിൽ അവർക്ക് കാണുന്നത്. അത് ചിലപ്പോൾ ഫെയിൻഡ് ആയിട്ടുള്ള ഇങ്ക് ആവാം, ടൈനി ഹാൻഡ് റൈറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഡയഗ്രാം എല്ലാം ഒരു മാർജിൻ്റെ അകത്ത് ക്ലബ് ചെയ്തിട്ട് വെച്ചതാവാം, അല്ലെങ്കിൽ ഒരു ഓൺ സ്ക്രീനിൽ ക്രിയേറ്റീവായിട്ട് കാണുന്ന ഇൻവിസിബിൾ ആയിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നുണ്ടാവും. വി നെവർ നോ ദാറ്റ്. സോ അപ്പം നിങ്ങളെ പേപ്പർ ഒരു സ്ക്രീനിലാണ്. സോ സ്ക്രീനിൽ വായിക്കാൻ പറ്റുന്ന സാധനത്തിന് മാത്രമേ മാർക്സ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ മാർക്സ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് വിസിബിൾ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് ലെജിബിൾ, ദെൻ ദ മാർക്സ് ആർ നോട്ട് അറ്റ് ഓൾ അവോർഡഡ്. സോ ക്ലൂ നമ്പർ 1 ഞാനിപ്പം പറയാൻ ഉദ്ദേശിച്ചത് ദ ഗെയിം ഈസ് ലെജിബിലിറ്റി. ലെജിബിൾ, നിങ്ങൾ ഇതിനെ ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. ലെജിബിൾ എന്ന് പറയുന്നത് ഒരു
എക്സാമിനറിലോ അല്ലെ വായിക്കാൻ പറ്റുന്ന ആൾ തെരഞ്ഞു പിടിച്ച് വായിക്കാൻ പറ്റും ആ ഒരു അവസ്ഥ വരരുത്. ഇറ്റ് ഷുഡ് ബി വിസിബിൾ ക്ലിയർലി. നല്ല സ്പേസിംഗ് ഉണ്ടാവണം വേർഡ്സിന്റെ ബിറ്റ്വീനിലും വേർഡ്സിന്റെ മുകളിലായാലും. മുകളിൽ എന്ന് പറയുമ്പോൾ ഓരോ ലൈന് വിട്ട് വിട്ട് നല്ല ഗ്യാപ്പ് ഇട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടെ. ഇപ്പൊ നിങ്ങൾ മൊബൈലിൽ ഇപ്പൊ കാണുമ്പോൾ എങ്ങനെയാണ്, മൊബൈൽ അല്ല അവരുടെ സ്ക്രീൻ, ഇറ്റ് വിൽ ബി എ ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ സ്ക്രീൻ. പക്ഷെ ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരുന്ന പേജിന്റെ എലിമെന്റ് ഇത്രയും ഉണ്ടാവുള്ളൂ. ആ പേജിൽ ഇത്രയും ഇതിനകത്ത് എത്ര അക്ഷരങ്ങൾ കൊള്ളുവോ അതുപോലെ ആയിരിക്കണം നിങ്ങൾ കോണ്ടന്റ്. സോ ഇറ്റ്സ് എ കോണ്ടന്റ്, ഓക്കെ, വാട്ട് യു ആർ റൈറ്റിംഗ്. സോ ബിഫോർ എ സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടന്റ് യു ആർ റൈറ്റിംഗ്, ഹോൾഡ് ദാറ്റ് തോട്ട് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ആൻസർ പേപ്പർ എഴുതുമ്പോൾ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഈ പറഞ്ഞ സാധനത്തിനെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം എക്സാം എഴുതുവാനും പഠിക്കാനും. രണ്ടാമത്തെ ക്ലൂ, എക്സാമിനർ ഒരു ജഡ്ജ് അല്ല. ഇവിടെയാണ് ഒരു കാലിബ്രേറ്റഡ് പാർട്ട് ഉള്ളത്, ഞാൻ പറയാം. സോ ക്ലൂ നമ്പർ 2 നമ്മൾ അധികവും കേൾക്കുന്ന ഒരു മിത്ത്, ഞാൻ സീനിയേഴ്സിന്റെ അടുത്തു നിന്നൊക്കെ കേട്ടൊരു മിത്താണ്, ഈ എക്സാമിനറിന്റെ ഒക്കെ മൂഡ് എങ്ങനെയായിരിക്കും, അത് കണക്കായിട്ടായിരിക്കും അവർ എക്സാം ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഭാര്യയായിട്ട് തല്ലിപ്പിരിഞ്ഞ് വന്നിട്ട്, ഞാൻ പണ്ട് മുതലേ കേൾക്കുന്നത്, ഞങ്ങൾ ഗ്രാജുവേഷൻ എക്സാം ആയാലും CA എക്സാം ആയാലും എന്നിട്ട് തല്ലിപ്പിരിഞ്ഞ് വന്നിട്ട് എന്നിട്ട് ആ മൂഡിൽ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതൊരു മിത്താണ്. സോ ടയേർഡ് എക്സാമിനറിന്റെ മൂഡിനെ കൊണ്ട് നിങ്ങൾ, മൂഡ് എന്ന് ഉദ്ദേശിച്ചത് ഇംഗ്ലീഷിലെ മൂഡാണ് പ്ലീസ്, അത് കാരണമാണ് നിങ്ങളെ ഫെയിൽ ചെയ്തത് എന്നുള്ളത്. സോ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ ICAI എക്സാമിനർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്. സോ ടു ബിക്കം ആൻ ICAI എക്സാമിനർ യു ഹാവ് ടു സിറ്റ് ഫോർ എ ടെസ്റ്റ്. ഈ ടെസ്റ്റിൽ ഈ പാർട്ട് ഓഫ് ദ ടെസ്റ്റ് ഇസ്, അവര് ഒരു 5 പേപ്പർ ഓൾറെഡി ചെക്ക് ചെയ്ത ഒരു 5 പേപ്പർ, മാർക്സ് ഒക്കെ അവാർഡ് ചെയ്ത ഒരു 5 പേപ്പർ ദേ വിൽ ഗിവ് ഇറ്റ് ടു ദി എക്സാമിനർ. ആരാണ് കൊടുക്കുന്നത്? ഹെഡ് ഓഫ് എക്സാമിനർ. ഈ എക്സാമിനറിന്റെ ഹെഡ് ഓഫ് എക്സാമിനർ ആണ് കൊടുക്കുന്നത്. അവർ പറയും നിങ്ങൾ മാർക്ക് ഇടാൻ വേണ്ടിയിട്ട്. ആ മാർക്ക് ഇടുമ്പോൾ ഇട്ടതിന് ശേഷം ICAI measures how far your mark, your awarded marks is deviating from the correct marks. ഓൾറെഡി അവാർഡ് ചെയ്ത കറക്റ്റ് മാർക്സുമായിട്ട് എത്ര ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. സോ നിങ്ങൾ ഇതിനെ ഒന്നും കൂടിയും വായിക്കേണ്ട, അല്ലെങ്കിൽ ഒന്നും കൂടിയും കേൾക്കേണ്ട ആവശ്യമുണ്ട്. ഓൾറെഡി അവാർഡ് ചെയ്ത മാർക്സിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ആവുന്നു എന്നുള്ളത് നോക്കും. സോ യു ഡോണ്ട് ക്വാളിഫൈ ബൈ ബീങ് ജനറസ്. ഓക്കെ, ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഒരു ICAI എക്സാമിനർ ജനറസ് ആയി ഇവന് നല്ല മാർക്ക് കൊടുത്തു, മറ്റവന് കുറച്ചേ കൊടുത്തുള്ളൂ, അങ്ങനെ ഒരു വ്യത്യാസമില്ല. എക്സാമിനർ ഓൾറെഡി അവാർഡ് ചെയ്ത് വെച്ച മോഡൽ പ്രകാരം ഒരു മാർക്കുണ്ട്. ആ മാർക്കുമായിട്ട് ഈ ആൻസറിന് ഇത്ര മാർക്കാണ്, ഇത്ര എഴുതിയാൽ കൊടുക്കേണ്ടത്. ഓരോന്ന് എഴുതി കഴിഞ്ഞാൽ എത്ര കൊടുക്കണം എന്ന് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അതുമായിട്ട് എത്ര നിങ്ങൾ മാർക്സ് അവാർഡ് ചെയ്യുന്നു അതുമായിട്ട് പോകാം. അപ്പൊ അവിടെ മാർക്ക് കുറച്ച് കൊടുത്താലോ അല്ലെങ്കിൽ കൂടുതൽ കൊടുത്താലോ അല്ല, ഇത് എഴുതിയാൽ ഇതാണ് കൊടുക്കേണ്ടത്. അത് ഹെഡ് ഓഫ് എക്സാമിനർ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ എത്ര ഡീവിയേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് അവർ നോക്കും. സോ there is no other way. You cannot qualify by being generous or by being strict. സോ അവർ നോക്കും ഈ മോഡലുമായിട്ട് അക്യുറേറ്റ് അല്ലേ, അല്ലെങ്കിൽ ഇതുമായിട്ട് എത്ര മാത്രം നിങ്ങൾ ഡീവിയേറ്റ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് മാർക്സ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മാർക്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവർ ഓൾറെഡി ചെക്ക് ചെയ്യും. ദെൻ ഓൺലി യു വിൽ ക്വാളിഫൈ ബീങ് ആൻ എക്സാമിനർ. അങ്ങനെ മാർക്സ് ഇടുന്നു എന്നല്ല പറഞ്ഞത്, അങ്ങനെയാണ് എക്സാമിനർ ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നത്. സോ വൺസ് യു ആർ ഇൻ, ദാറ്റ് ഇസ് യു ആർ accurate to the model, then only you are in as an examiner. Then only you qualify as an examiner. So every examiner who is checking the paper is working under a head examiner. അതും സെൻട്രൽ ഇവാലുവേഷൻ ടീമിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർ മോണിറ്റർ ചെയ്യുന്നത് റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്യും, ഈ ഡീവിയേഷൻ വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത്. ഈ എക്സാമിനർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നുള്ളത് ഈസ് ഓൾറെഡി മോണിറ്റർ. സോ എക്സാമിനർ ഹു കീപ്സ് ഓവർ മാർക്കിംഗ് or who is under marking gets flagged, because ഇതൊക്കെ സിസ്റ്റമിലാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും കൂടുതൽ മാർക്സോ അല്ലെ കുറച്ച് മാർക്സോ കൊടുക്കുന്ന പോലെ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ആർ ഫ്ലാഗ്ഡ് ആൻഡ് ദേ ക്യാൻ ബി ബാർഡ്. ദാറ്റ് മീൻസ് ഈ എക്സാമിനറിനെ പുറത്താക്കാനുള്ള വകുപ്പും ഉണ്ട്. സോ ദിസ് ക്ലിയർസ് ഔട്ട് ദ ഡൗട്ട് ദാറ്റ് ഈ എക്സാമിനറിന്റെ മൂഡ് കൊണ്ടാണ് അവർ ഈ പറഞ്ഞ മൂഡ് സ്വിംഗ് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നുള്ള ഇവാലുവേഷൻ്റെ ഒക്കെ ഒരു മിത്ത് എന്നുള്ളത് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യാണ്. സോ എക്സാമിനറിന് മൂഡില്ല ചെക്ക് ചെയ്യാൻ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും വരില്ല. എവറി എക്സാമിനർ ഈസ് വർക്കിംഗ് അണ്ടർ ഹെഡ് ഓഫ് എക്സാമിനർ ഇൻ സെൻട്രൽ ഇവാലുവേഷൻ. ആൻഡ് പിന്നെ ഈ മാർക്സ് കൊടുക്കുമ്പോൾ മോഡൽ ആൻസേഴ്സ് ഓൾറെഡി ഉണ്ട്. മോഡലിനുള്ള ആൾട്ടർനേറ്റ് ആൻസേഴ്സ് എന്തൊക്കെയുണ്ട് എന്നുള്ള അതിൻ്റെയും ലിസ്റ്റ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഒരു ക്വസ്റ്റ്യന് ഇതേ ആൻസർ ആവണമെന്നില്ല, അതിനും ആൾട്ടർനേറ്റ് ആൻസേഴ്സ് ഉണ്ടാവും. ആ ആൾട്ടർനേറ്റ് ആൻസേഴ്സ് എന്താണെന്നുള്ളതും അതിനൊക്കെ എത്ര മാർക്ക് കൊടുക്കാമെന്നുള്ളതും ഒക്കെ സ്റ്റെപ്പ് ആൻസേഴ്സിന്
മാച്ച് ചെയ്യും. വിച്ച് മീൻസ് വെൻ യു റൈറ്റ് ഇൻ ദിസ് പാറ്റേൺ, ഈ പാറ്റേണിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ സ്ട്രക്ചർ വേയിൽ കീവേഡ്സ് ഉണ്ടാവണം, പിന്നെ ഓൾട്ടർനേറ്റ് ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അതിന് സ്റ്റെപ്പ് വൈസ് ആയിട്ട് എഴുതണം, എന്നാലാണ് നിങ്ങൾക്ക് മാർക്സ് കിട്ടുക. സോ ബി വെരി thoughtful about it when you prepare as well as when you're going to write your exam henceforth. Clue number 3, borderline trap. Borderline എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ലൈക്ക് യുവർ അറ്റ് 198 ഔട്ട് ഓഫ് 200. അപ്പോൾ അത് ബോർഡർ ലൈനിലാണ്. 2 മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പാസ്സാവും, അല്ലെങ്കിൽ ഫെയിൽ ആവുന്നുള്ളൊരു വക്കിലാണുള്ളത്. അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റിയൽ വില്ലൻ ആരാണ്? ബിക്കോസ് ഈ ബോർഡർ ലൈൻ പേപ്പറിന് ചിലപ്പോൾ ചെക്ക് ചെയ്യില്ല എന്നുണ്ടോ എന്താണെന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. Now the question that haunts everyone is, why do they fail in a group? ഈ 2 മാർക്കിനും 1-2 മാർക്കിനൊക്കെ ഫെയിൽ ചെയ്യുന്നത് അത് ഫെയർ അല്ലല്ലോ. എന്താണ് അങ്ങനെ? സോ എന്താണ് ഈ ബോർഡറിൽ എത്തിയിട്ട് ഇത്ര ക്രൂവൽ ആക്കുന്നത്? 2 മാർക്കിനൊക്കെ ആണെങ്കിൽ അങ്ങ് ചിലപ്പം അങ്ങ് വിട്ടൂടെ പാസ്സാക്കിയിട്ട് 1 മാർക്കിനൊക്കെ ഫെയിൽ ആയി പോകുന്നത് എന്താണ്? സോ ആൻസർ ഈസ് ആക്ച്വലി വെരി സ്ട്രക്ചറൽ. ഇതൊരു ഇവിൽ മെത്തേഡും ഒന്നുമല്ല. ഈ ബോർഡർ ലൈനിൽ കിടക്കുന്ന ഈ മാർക്സ് അവാർഡ് ചെയ്യപ്പെടുന്ന കുട്ടികളുടെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ ഈ എക്സാമിനറിന്റെ മുകളിൽ ഹെഡ് ഓഫ് എക്സാമിനർ, ഈ ഹെഡ് ഓഫ് എക്സാമിനറിന്റെ മേലെ ഇരിക്കുന്ന ആളാണ് മോഡറേറ്റർ. അപ്പോൾ ഈ മോഡറേറ്റർ ആക്ച്വലി ഗ്രേസ് മാർക്സ് കൊടുക്കാൻ പറ്റും മോഡറേറ്റർ. ഓക്കെ, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഐ എം നോട്ട് ജസ്റ്റ് ബ്ലഫിംഗ് ഇറ്റ് ഔട്ട്. മോഡറേറ്റർ ക്യാൻ അവാർഡ് ഗ്രേസ് മാർക്സ്. ബട്ട് ഇവിടെ ഒരു റിയൽ ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡറേറ്റർ ക്യാൻ ജഡ്ജ് ഓൺലി എ സിംഗിൾ പേപ്പർ. അവരുടെ മുന്നിൽ ഒരു സിംഗിൾ സബ്ജക്റ്റ് ഇല്ല, സിംഗിൾ പേപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. പേപ്പർ എന്ന് ഉദ്ദേശിച്ചത് സബ്ജക്റ്റേ ഉണ്ടാവും. ദേ ലുക്ക് അറ്റ് യുവർ ആൻസേഴ്സ് ഇൻ ദാറ്റ് പേപ്പർ ഇൻ ഐസൊലേഷൻ. ദാറ്റ് മീൻസ് ഒരു ഫുൾ ഗ്രൂപ്പിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്, ഒരു സ്റ്റുഡന്റിന്റെ ഗ്രൂപ്പിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അവർക്ക് കാണാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പിൽ 2 മാർക്ക് മതിയായിരുന്നു, അല്ലെങ്കിൽ 4 മാർക്ക് മതിയായിരുന്നു, ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസം, 1 മാർക്കിന്റെ വ്യത്യാസം എന്നുള്ളതൊന്നും അവർക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ മോഡറേറ്റർ ഈ ഗ്രേസ് മാർക്സ് കൊടുക്കുന്നത് അവർക്ക് ഒരു പേപ്പറിൽ അവർക്ക് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോൾ ഐഡിയ ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആ തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. They do not know the marks in other papers. അതർ പേപ്പറിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്തു, നിങ്ങൾ 198 ഇരിക്കുവാണ് ഔട്ട് ഓഫ് 200. സോ 2 മാർക്സ് ഫോർ ക്ലിയറിംഗ് ഉള്ള ഒരു പൊസിഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള അവർക്ക് മനസ്സിലാവില്ല. സോ ദർ ഇസ് നോ ഹ്യൂമൻ ഇൻ ദാറ്റ് റൂം ഗോയിങ് ടു സേ ദിസ്, അയ്യോ 2 മാർക്കിന് ആ കൊച്ചിന് വെറുതെ. ഓക്കെ, അപ്പൊ നോബഡി ഹാസ് എ ഫുൾ പിക്ചർ. This is by design, it is made that way. അപ്പോൾ പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ വേറെ ഒരു അവസ്ഥയ്ക്കോ ഒരു അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടാവില്ല. സോ മോഡറേറ്ററിന് നിങ്ങളുടെ ഒരു പേപ്പർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ടോട്ടൽ എത്രയാണെന്ന് ഒരിക്കലും അവർക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് 2 മാർക്കിനും 1 മാർക്കിനും നിങ്ങൾ അവിടെ സ്റ്റക്ക് ആയി പോകണമെങ്കിൽ അതൊരു ശരിക്കും ബയസ് ആയിട്ടുള്ള അവസ്ഥയല്ല, അതൊരു സിസ്റ്റമാണ്. ബിക്കോസ് this is how luck plays. ലക്കി എന്ന് പറയുമ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും അവാർഡ് ചെയ്ത് പോകുന്ന അനുഗ്രഹം കിട്ടി അവർ മാർക്കിട്ട് പോയി, അതല്ല. സിസ്റ്റമാണ് ഇതിനൊക്കെ നോക്കുന്നത്. ആ സിസ്റ്റമിന്റെ ബൈ ചാൻസ് ഇങ്ങനെയായി വരുവാണ്. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് ബയസ്ഡ് ബൈ എനി പേഴ്സൺ, റിമെമ്പർ ദാറ്റ്. സോ that's the whole tragedy in one line. If I say the system can fail you at the borderline, this isn't biased against you, it is just they are not looking at the whole story. They will not be able to look at the whole story. So you have to make sure while you're preparing that no single paper is been left behind at the border. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, നിങ്ങളുടെ കൺട്രോളിൽ തന്നെയാണ് എന്നതിൽ മനസ്സിലാക്കുക. ബിക്കോസ് ഇവിടെ നിങ്ങളെ രക്ഷിക്കാൻ വേറെ ആർക്കും പറ്റാൻ പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. സോ wherever you are having an upper hand in your study for easy subject or smoothly you can do, give an upper hand by preparing and get shot above 60. And for the others, make sure that you are reaching to a target 40 plus and above, so that you are not at the borderline. So these are the 3 clues that has been told and much beneficial to you. My dear friends, there are real biases which you can exploit. Are there biases? Yes, you heard me right. So, but it is not what you think. Corruption ഒന്നുമില്ല. Human load ആണ്, മനസ്സിലാക്കി തരാം. And this is a very lever that you can control. ഈ ലിവർ നിങ്ങളുടെ കയ്യിലാണ്. ഹ്യൂമൻ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഫെറ്റീഗ് ആണ് ഒരു ബയസ്. ഫെറ്റീഗ് ആയിരിക്കാണ് ഈ എക്സാമിനറിന്. ഈ എക്സാമിനർ ലാർജ് ബാച്ച് ഓഫ് പേപ്പറാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതും ഓൺ സ്ക്രീനിൽ നോക്കിയിട്ട് അവർ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതും എഗെയിൻസ്റ്റ് എ ഡെഡ് ലൈൻ. അവർക്കൊരു ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ചെയ്യും. അപ്പോൾ എത്ര വേഗത്തിലാണ് ഇവർ ഈ പറഞ്ഞ സ്ക്രീനിനെ മോണിറ്റർ ചെയ്ത് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ പേജ് സ്കാനബിൾ ആണ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് കൃത്യമായ ഹെഡിങ് വേണം, സ്പേസിങ് വേണം, സ്ട്രക്ചർ വേണം, നല്ല ക്ലീൻ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചിട്ട് അവർ ഹൈ പിക്സൽ സാധനം യൂസ് ചെയ്തിട്ടാണോ കറക്റ്റ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഈ ഹൈ പിക്സലിലാണോ സ്കാൻ ചെയ്തത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ ബയസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹെഡിങ്ങും സ്പേസിങ്ങും ക്ലാരിറ്റി ലെജിബിൾ, തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ ലെജിബിളായിട്ട് എഴുതിയിട്ട് ക്ലീൻ ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതി വയ്ക്കുക. ഒരു സ്ക്രീനിൽ എത്രയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വേർഡ്സ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടാവണം. അല്ലാതെ ഒരു വാൾ നിറച്ചും
ഈ ലൈൻസിൽ കുത്തി നിറച്ച് നല്ല തടിച്ച്, ചില ആൾക്കാർ എഴുതുമ്പോൾ 2 ലൈനും നമ്മൾ നല്ല തടിച്ച് എഴുതും. ബിക്കോസ് വേഗതയിൽ എഴുതുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാണ് എഴുതി പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവണം, ഓ ഇത് സ്ക്രീനിൽ കാണില്ല, സോ നല്ലോണം വിട്ട് വിട്ട് എഴുതുക, നല്ല സ്പേസിങ് കൊടുത്ത് എഴുതുക. ബിക്കോസ് അങ്ങനെ വിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ ടയേർഡായി നിൽക്കുന്ന റീഡറെ ഒരു റിവാർഡായിരിക്കും. ഓ ഇങ്ങനെ എഴുതി കൃത്യമായി എഴുതിയിട്ട് സഹായിച്ചിട്ടുണ്ടല്ലോ, മാർക്ക് അതിന് കണക്കായിട്ട് വായിച്ച് കൊടുക്കും. അല്ലെങ്കിൽ അത് വിട്ട് കളയുക ചെയ്യുക. ഈസ് ടു ടയേർഡ് ടു ചെക്ക്, അത് വിട്ട് കളയും, വായിക്കും. സോ നെക്സ്റ്റ് ഈസ് പ്രസന്റേഷൻ്റെ ബയസ്. ഫസ്റ്റ് ഞങ്ങൾ ഫെറ്റീഗിൻ്റെ ബയസ് പറഞ്ഞു. പ്രസന്റേഷൻ, ഈ കീ മാർക്സ് മോഡൽ ആൻസർ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ, ആ മോഡൽ ആൻസറിൽ സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് അവർ കറക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ആൻസർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങളുടെ നോളേജ് എന്ന് പറഞ്ഞ് അവിടെ എഴുതിയിട്ട് നിങ്ങളായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് മാർക്സ് കിട്ടില്ല. സോ യു ഹാവ് സെയിം നോളേജ് അല്ലേ, സെയിം നോളേജ് ആണ്, പക്ഷേ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഫോർമാറ്റിലൂടെ പോയിന്റ് വൈസ് ആയിട്ട് അതിനെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് അതേ നോളേജിനെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം നോളേജ്, ഞാൻ ഈ സെയിം നോളേജ് എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം നോളേജ് നിങ്ങൾ ഒരു പാരഗ്രാഫ് രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മാർക്സ് കിട്ടുകയില്ല. അവർ നോക്കില്ല, പാരഗ്രാഫിന് ചെക്ക് ചെയ്യില്ല. സ്ട്രക്ചർ വൈസ്, ബിക്കോസ് മോഡൽ ആൻസർ അങ്ങനെയായിരിക്കും. ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവും, അതിനകത്ത് കീവേഡ്സ് ഉണ്ടാവും. അത് അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രസന്റേഷൻ ബയസ് നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ശരിക്കും ചെയ്യണം. ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ലൈൻ വൈസ് ആയിട്ട് പോയിന്റ് വൈസ് ആയി അതിനകത്തുള്ള കീവേഡ്, ഓരോ ലൈനിൽ വരുന്ന കീവേഡ് നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ദെൻ ദിസ് പ്രസന്റേഷൻ ബയസ് യു ക്യാൻ എക്സ്പ്ലോയിറ്റ്. മൂന്നാമത്തത് കീവേഡ്സിലേക്ക് വരുവാണ്. കീവേഡ്സ്, എക്സാമിനർ ഈ പറഞ്ഞ ലൈൻസിലൊക്കെ കീവേഡിനെ മാച്ച് ചെയ്യുന്നത്, അല്ലാതെ അതിനകത്ത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയാൻ നോക്കുമല്ലോ. അപ്പോൾ എക്സ്പ്രഷൻ ഓഫ് ആൻസേഴ്സിന് ഒന്ന് ലിമിറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് സിമ്പിൾ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതിനകത്ത് മേജർലി വരുന്ന 2-3 കീവേഡേ ഉണ്ടാവില്ല ഓരോ ലൈനിൽ. അത് നിങ്ങൾ ഓർത്തെടുക്കാൻ നോക്കുക. സോ ദി എക്സാമിനർ ഇസ് മാച്ചിങ് ടു ദ കീ. അപ്പം ലീഡ് ദി ആൻസർ വിത്ത് സെക്ഷൻ നമ്പർ, യുവർ ഫാക്ട്സ്, യുവർ എക്സ്പ്ലനേഷൻ, യുവർ കൺക്ലൂഷൻ. അത് അതിനകത്ത് വേണം. അപ്പം ഈ പറഞ്ഞ ഹെഡിങ്സിലെ ടെക്നിക്കൽ ടേം യൂസ് ചെയ്യണം. ഓക്കെ, സെക്ഷൻ നമ്പർ, അതിന് റിലേറ്റഡ് ടെക്നിക്കൽ ടേം, ആ ടെക്നിക്കൽ ടേം ആണ് ഈ കീവേഡ്, വിച്ച് ഈസ് ഇൻ സ്റ്റാൻഡേർഡ് ഓർ സെക്ഷൻ പ്രൊവിഷൻ. അതിനകത്ത് ഈ പറഞ്ഞ ടെക്നിക്കൽ ടേം ഇടണം. സോ ഡോണ്ട് ട്രൈ ടു ബറി ദ കീവേഡ്സ് ഇൻ എ ബിഗ് പാരഗ്രാഫ്. With practice, with the environment, you will be able to read the question fast and as well as deliver the answer very fast. So, ഇവിടെ സ്റ്റെപ്പ് മാർക്കിംഗ് ഉണ്ട്. സ്റ്റെപ്പ് മാർക്കിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്പിനും, ഓരോ അസംഷൻ, ഓരോ വർക്കിംഗ് ചെയ്തതിനും മാർക്സ് ഉണ്ട്. സോ നിങ്ങൾ ആവറേജ് ആയിട്ട് ഈ 100 മാർക്സ് ഓക്കെ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും വെൻ യു റൈറ്റ് എവറി ആൻസർ ഇൻ എ ആവറേജ് മാർക്ക് ദാറ്റ് യു ആർ അറ്റംപ്റ്റിംഗ് 100 മാർക്സ്, അപ്പോൾ ആ മാർക്സിന്, ആ സ്റ്റെപ്സിനൊക്കെ മാർക്സ് കിട്ടും. സോ ഇൻസ്റ്റെഡ് ഓഫ് ലീവിങ് ദ പേപ്പർ 20 മാർക്സിൻ്റെ ലീവ് ചെയ്തു എന്ന് പറയുന്ന കുറേ പേരുണ്ട്. 20 മാർക്സ് അല്ലെ 10-15 മാർക്കിൽ എഴുതാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഈ 80 മാർക്കിലും എത്രയാണ് കിട്ടാൻ പോകുന്നത്? സ്റ്റെപ്പ് വൈസ് മാർക്കിങ്ങും ഈ പറഞ്ഞ കീവേഡും മാച്ചിങ്ങും ഒക്കെ വെച്ചിട്ട് മേ ബി യു മൈറ്റ് മിസ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആവറേജ് ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾ അവിടെ എഴുതി കഴിഞ്ഞാൽ, ആവറേജ് എന്ന് പറയുമ്പോൾ സ്പീഡിൽ എഴുതി കീവേഡ്സിനെ കൃത്യമായി മെൻഷൻ ചെയ്ത് അതിന് അണ്ടർലൈൻ ചെയ്തുവന്ന് നിങ്ങൾക്ക് അറിയുന്ന, ബ്ലഫായിട്ടല്ലാതെ നിങ്ങൾ അറിയുന്ന ആൻസർ നിങ്ങൾ അവിടെ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് empty ആൻസർ ആണ്. ദാറ്റ് മീൻസ് 15 മാർക്സും 20 മാർക്സും ഒന്നും എഴുതിയില്ലെങ്കിൽ യു ഗെറ്റ് 0 ഫോർ ഇറ്റ് ബിക്കോസ് യു ആർ നോട്ട് റിട്ടൺ എനിത്തിങ്. ബട്ട് a half solved പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് not 0, you will get some marks. So attempt the answer in a structured manner even though the question is tough or something. So you will harvest at least a partial marks, and being confident you should be writing the answer, but
if you are selective in that, you will walk past that and you will be able to write it properly. So നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനെ പറ്റിക്കാൻ നോക്കുമല്ല, എക്സാമിനർ എവിടെയെങ്കിലും എളുപ്പം അവരുടെ ഈ ആൻസർ ഇവാലുവേഷൻ കുറച്ച് എളുപ്പമാക്കാൻ ശ്രമിക്കണം. സോ യു വിൽ ബി ഗെറ്റിംഗ് യുവർ മാർക്സ് ഈസിലി. അപ്പം ഞാൻ പറഞ്ഞ ഈ ബയസസ് ഉള്ള ഒന്നും കൂടി നിങ്ങൾ വീണ്ടും കേട്ടു നോക്കുക, അപ്ലൈ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. ഈ 4 ബയസ് ഞാനിപ്പം പറഞ്ഞത് യു ക്യാൻ എക്സ്പ്ലോയിറ്റ് ബിക്കോസ് ദിസ് ഈസ് ഇൻ യുവർ ഹാൻഡ്. സോ എക്സാമിനറിന് എവിടെയും ഈ മാർക്സ് കുറയ്ക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൊടുക്കരുത്. Okay, so it's your knowledge is good, your practice should be good, your revision should be good, then your presentation എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സ്ക്രീനിലൂടെയാണ് ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്തു പോകുന്നത്. അതിൻ്റെ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ഞാനൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം, still I feel that something is wrong. Do you think so? Then you have to watch this. Now the result comes and then also you are sure that okay, exactly ഞാൻ ഇത്ര എഴുതിയിട്ട് why is the marks low? Then you must know what tool you have and what tool you don't have. You must know this because ICAI re-evaluation ചെയ്യുവേ ഇല്ല. You must have read, okay, re-evaluation കൊടുക്ക് എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. Yes, because in my exam during my time also, when I got very low marks during those attempts in maybe 2008 or 9, I see that exam അന്ന് വളരെ 0.01% ആയിരുന്നു അന്നത്തെ റിസൾട്ട് in Mumbai. Overall it was 3%, but that doesn't matter. But I thought that I have written very well, I should give it for re-evaluation. Then I spoke to a secretary of exam. It happened to be where I was working. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവരുടെ ചില എംപ്ലോയീസ് ലൈക്ക് ഈ സെക്രട്ടറി ഓഫ് എക്സാംസ് ഉണ്ട്. സ്റ്റിൽ it was I will not say like how I happened to meet them and all, but it happened that his employees were working there as consultants and I could exchange some thoughts with them, and he also exchanged a few thoughts like what is happening in ICAI and all, and till now he is secretary of the ICAI exams. അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമാണ്, there is no re-evaluation in ICAI. re-evaluation നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, നിങ്ങൾ ഫീ പേ ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ പേപ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആവശ്യമുള്ള പേപ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടി. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വലിയൊരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോബഡി ഈസ് റീറീഡിങ് യുവർ ആൻസേഴ്സ് ഫ്രം ദ സ്ക്രാച്ച്. ആരും തന്നെ വായിക്കുന്നില്ല. അപ്പൊ എന്താണ് ശരിക്കും നടക്കുന്നത്? അപ്പൊ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വെരിഫിക്കേഷൻ ഓഫ് മാർക്സ്. 3 കാര്യങ്ങളാണ് അവർ ചെക്ക് ചെയ്യുക. ഒന്നാമത് എല്ലാ ആൻസറിനും മാർക്ക് ഇട്ടിട്ടുണ്ട്. രണ്ടാമത് എല്ലാ മാർക്സിന്റെയും ടോട്ടൽ കൃത്യമായി വന്നിട്ടുണ്ടോ. മൂന്നാമത്തത് ഈ മാർക്സ് എല്ലാം കൃത്യമായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമേ അവർ ചെക്ക് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ആൻസേഴ്സിനെ ഫുൾ കറക്റ്റാക്കി നോക്കാനുള്ള ഇതിനെ റഫ്ലി അവരെടുക്കുന്ന സമയം 4 ആഴ്ചയാണ്, 4 weeks. And people will forget. Here's the part people will forget that after verification ചിലപ്പോൾ മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. മാർക്ക് കൂടുവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, അവർ മാർക്ക് കുറയാനുള്ള സാധ്യതയും ഉണ്ട്. സോ you should apply for re-verification when it is rational. That means നിങ്ങൾ ജസ്റ്റ് പാസ്സാകാൻ വേണ്ടി 2 മാർക്കേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ 1-2 മാർക്കിനോ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ യെസ് യു ഷുഡ് അപ്ലൈ ഫോർ റീവെരിഫിക്കേഷൻ. ഓർ എൽസ് ഇഫ് യു ഫീൽ ദാറ്റ് മാർക്സ് വളരെ ലോ ആണെന്നുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. പക്ഷെങ്കിൽ ഇറ്റ് ഷുഡ് ബി നോട്ട് ഔട്ട് ഓഫ് ആങ്കർ, ബിക്കോസ് ആങ്കർ ഒരു സ്ട്രാറ്റജി അല്ല. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് when you are short of margin or if it is unexplainably low marks ആണെന്നുണ്ടെങ്കിൽ you should apply for it. Yes, again they are not going to read everything, just 3 things മാത്രമേ അവർ ചെക്ക് ചെയ്യുള്ളൂ as I told before. So you should be verification ഒരു റീചെക്ക് അല്ല എന്ന് മനസ്സിലാക്കുക. ടോട്ടൽ ശരിയാണോ അല്ലെങ്കിൽ മാർക്സ് ക്യാരി ഫോർവേഡ് ആയിട്ടുണ്ടോ അത്ര മാത്രമേ അവർ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ഒരു ദേഷ്യത്തിലോ അങ്ങനെയൊന്നും ആയിരിക്കില്ല അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളൊരു proper strategy വെച്ചിട്ട് അത് ചെയ്യുക. So here is what in the evaluation rule that has taught us. So it is never a black box. ഒരു ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരു യൂണിറ്റിൻ്റെ അകത്ത് ഇട്ടിട്ട് എന്താണ് മാർക്സ് വരുന്നത് അത് പ്രതീക്ഷിച്ച് ഇരിക്കുകയല്ല. അതൊരു
പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കാനർ ഉണ്ട്, ഒരു കീ മോഡൽ ആൻസർ ഉണ്ട്, എക്സാമിനർ ഉണ്ട്, ഹെഡ് മോഡറേറ്റർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാലിബ്രേറ്റഡ് ആണ്. അവര് ഒരു സമയത്ത് ഒരു പേപ്പർ മാത്രമാണ് നോക്കുന്നത്. ആൻഡ് ആ പേപ്പർ അവർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു മോഡറേറ്റർ ഇരിക്കുന്നുണ്ട്, വേർ they are checking that if you are drifting, if the examiner is drifting anywhere, low marks കൊടുക്കുകയാണ്, high marks കൊടുക്കുകയാണെന്നൊക്കെ അവര് നോക്കുന്നുണ്ട്. It is under moderation and it is flagged also because it's a system based checking. അപ്പോൾ അത് ഫ്ലാഗ് ചെയ്യാനും പറ്റുന്നുണ്ട്. It is not physical. അത് മനസ്സിലാക്കണം. So it is knowable for them. Then students who are clearing the exam, so they are the one who know this system. നിങ്ങൾ മനസ്സിലാക്കണം. So who are clearing the exam, they know the system. They are not the one who is cursing the system. Exam, institute അങ്ങനെയാണ്, അവരുടെ evaluation checking അങ്ങനെയാണ് എന്നുള്ളതല്ല. So one who have studied this system, they know that the system is judging them. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ലാപ്ടോപ്പ് മറ്റോ അല്ല. ഈ സിസ്റ്റം, the process how it has been set up, and you're writing this exam. You're writing this exam for the system, who has written for this. So a tired reader അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, for every step marks, everything that you're writing it for the screen. So don't try to express what you know. അങ്ങനെ ഒരു നമ്മൾ പഠിച്ചു വന്ന രീതി അങ്ങനെയാണ്. നമുക്കറിയുന്നത് നമ്മളങ്ങ് എക്സ്പ്രസ് ചെയ്ത് അങ്ങനെ അങ്ങ് എഴുതുവാണ്. അങ്ങനെ ഒരിക്കലും ICAIയുടെ പേപ്പറിൽ ചെയ്യരുത്. ബിക്കോസ് റൈറ്റ് as such that it makes it impossible for the examiner not to give you marks. അങ്ങനെ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. സോ സിസ്റ്റമിനെ പഠിച്ച് ആ സിസ്റ്റമിന് വേണ്ടി അതുപോലെ പഠിച്ചിട്ട് you should give the answer. So understand the machine, write for the machine, and the marks would definitely follow. Okay, ഇത് ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യണം. Okay, the presentation method, your answer, keyword, and the presentation, you should be trying to do that. So till here, if you have been watching, then you are going to clear this exam, because this is going to be very, very beneficial, because this is very practical. So stay growing and be consistent. That is the motto of the channel. So this is Amit from CA Catalyst. You're going to find many insightful videos on this channel. So I am going to turn out you into a catalyst where you're going to clear and you're continuing to grow and staying consistent throughout your life. So stay tuned for the next video. The upcoming video would be about your marks total can differ even though what you are seeing in your own answer book. Okay, so more about this video in the next upcoming next week. So you will be finding about this video in the next week. So till that time, stay growing, stay consistent. Thanks a lot for watching this video. Also do subscribe to the channel, because I am seeing that almost 80% of the viewers are watching this aren't subscribing to this channel. So please do subscribe to this channel as CA Catalyst and be a catalyst.